ചവിട്ടുനാടകത്തെ അങ്ങേയറ്റം പ്രാണനിൽ ഉപാസിച്ചവരാണ് ആദ്യമേ വേദിയിലേക്ക് സദസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് കേരളത്തിൻ്റെ തീരദേശ ജനത, കേരള സമൂഹം കഴിഞ്ഞ 5 നൂറ്റാണ്ടായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കലാരൂപം 15 ദിവസങ്ങൾ കൊണ്ട് തട്ട് പൊളിച്ച് താഴെ ഇറക്കിയിരുന്ന ഈ കലാരൂപം 50 മിനിറ്റ് കൊണ്ട് ഇവിടെ അവതരിപ്പിക്കണം, പരിചയപ്പെടുത്തണം എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഹോർത്തൂസിൻ്റെയും നമ്മളുടെയും ഭാഗ്യത്തിന് അതിന് കെൽപ്പുള്ള 3 പേരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ചവിട്ടുനാടകത്തെക്കുറിച്ച് ആര് ഗവേഷണം ചെയ്താലും അതിൻ്റെ സഹായങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യത്തെ ഫോൺ വിളി അത് കിട്ടുന്നത് ജോയ് ഗോതിരുത്ത് സാറിനാണ്. അദ്ദേഹത്തിൻ്റെ ചവിട്ടുനാടകവുമായുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഓർമ്മ വെച്ച കാലം മുതൽ ചവിട്ടുനാടകത്തിൻ്റെ പ്രാണഭൂമിയായ ഗോതിരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ജനിച്ചു വളർന്നതുകൊണ്ട് അന്നു മുതൽ ഇതിൻ്റെ വിരുത്തങ്ങളും കവിത്തങ്ങളും മനസ്സിലും ഹൃദയത്തിലും ആവാഹിച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ. എന്നാണ് അദ്ദേഹം ചവിട്ടുനാടകത്തെ അവസാനമായി ആസ്വദിച്ചത് എന്ന് ചോദിച്ചാൽ ജോയിച്ചേട്ടൻ പറയും, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. കാരണം അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ചവിട്ടുനാടകത്തിൻ്റെ കലാസമിതികളാണ്. ഏകദേശം 200-ലധികം കലാകാരന്മാരായി ആ നാടിങ്ങനെ ചവിട്ടുനാടകത്തെ പ്രാണനിലേറ്റിക്കൊണ്ട് കിടക്കുമ്പോൾ ആ നാടിൻ്റെ പേരുകൂടി സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ജോയ് ഗോതിരുത്ത്. അദ്ദേഹത്തെ ഹോർത്തൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സബീന ടീച്ചറിന് ശേഷം, സബീന റാഫിക്ക് ശേഷം ചവിട്ടുനാടകത്തെ ഇത്രയധികം അതിൻ്റെ അക്കാദമികമായ ഒരു തലത്തിലേക്ക് ഉയർത്തിയ ഒരാൾ കേളി രാമചന്ദ്രനെ പോലെ വേറെ ഒരാളില്ല. അദ്ദേഹത്തെ സാംസ്കാരിക കേരളത്തിന് വളരെ സുപരിചിതനാണ്. കേരളത്തിലെ കലാകാരന്മാർക്ക് അതിനേക്കാൾ സുപരിചിതനാണ്. കേരളീയ കലകളെ കേരളത്തിന് പുറത്ത് ഇത്രയധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കലാസംഘാടകനും വേറെയില്ല. ജോയ് ഗോതിരുത്ത് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പറയുകയായിരുന്നു, നമ്മൾ ചവിട്ടുനാടകത്തിൻ്റെ നാട്ടുകാർ ഇതുമായി നടക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ചവിട്ടുനാടകത്തിൽ ആരോ കൈവശം കൊടുത്തിട്ടുള്ള 2 പേരാണല്ലോ ഇന്ന് എന്നോടൊപ്പം അപ്പുറം ഇരിക്കുന്നത്. ആ രണ്ടാമത്തെ ആൾ കൃത്യം പറഞ്ഞാൽ 2018 അവസാനത്തോടെ ചവിട്ടുനാടകം തലക്ക് പിടിച്ച ഒരാളാണ് നവ്യ ഡെന്നീസ്. ചവിട്ടുനാടകത്തിൽ ആഴത്തിലുള്ള പഠനങ്ങൾ, അത് പ്രത്യേകിച്ച് ചവിട്ടുനാടകത്തിൻ്റെ നവീകരണം, പുനരുദ്ധാനം, ചവിട്ടുനാടകത്തിൻ്റെ കലാർപ്പുകൾ, ഇതേക്കുറിച്ചാണ് നവ്യ നമ്മളോട് സംസാരിക്കുന്നത്. ഈ വേദിയിൽ നമ്മൾ ഒരു 3 പേരെ ഓർക്കാതെ നമ്മൾ ഈ സെഷനിലേക്ക് കടക്കുന്നത് അനുചിത്യമാകും. അതിലാദ്യത്തെ ആൾ ഈ വേദിയുടെ സമീപത്തുണ്ടായിരുന്ന ബഷീർ ബുക്ക് സ്റ്റോളിൽ വെച്ച് പൊഞ്ഞിക്കര റാഫി എന്നൊരു മനുഷ്യനെ കാണുകയും പ്രണയിക്കുകയും ഈ പാർക്കിലൂടെ കൈകോർത്ത് പിടിച്ച് ഈ കായലിനോട് വർത്തമാനം പറഞ്ഞ് നടക്കുകയും ചെയ്ത സബീന ടീച്ചറാണ്. രണ്ടാമത്തെയാൾ ചവിട്ടുനാടകത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാർ, കേരള നടനത്തിൻ്റെ ഗുരു ഗോപിനാഥ്. ഈ തലത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാള ഭാഷ, അന്നത്തെ മലയാള ഭാഷ പഠിക്കുകയും, ചെന്തമിഴ് എന്നാണ് നമ്മളതിനെ പറയുന്നത് ഇപ്പോൾ, ഇതിൻ്റെ ചുവടികൾ എഴുതുകയും ചെയ്ത ചിന്നത്തമ്പി അണ്ണാവിയാണ്. അണ്ണാവിയെ ഒന്നനുഭവിക്കാതെ നമ്മൾക്ക് കാർൽസ്മാൻ രാജാവിൻ്റെ ഈ സാമ്രാജ്യത്തിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് കയറാൻ കഴിയില്ല. തൻ്റെ നായകനല്ല, പ്രതിനായകനെ അണ്ണാവി എന്താണ് എഴുതി വെച്ചത് എന്ന് ഈ അക്ഷരങ്ങളുടെ ഈ മഹോത്സവത്തിൽ നമ്മൾക്കൊന്ന് കേട്ടിട്ട് നമ്മൾക്ക് ചർച്ചയിലേക്ക് കടക്കാം. അഭിനവ്, ട്രാക്ക് 1. ഓളിയം കുട്ടിക്കൊന്ന്. பூகள் பாடை
അൽബ്രാത്ത് ചക്രവർത്തി ദർബാറിലേക്ക് കയറി വരികയാണ്. ഒരു പ്രതിനായകനെ എങ്ങനെയാണ് അണ്ണാവി പ്രതിനായകൻ ഇതാണ് അണ്ണാവി കൊടുത്തിരുന്നതെങ്കിൽ എംബ്രദോർ കാറൽമാൻ എന്തായിരിക്കും? ജോയ് ഗോതിരത്തിനോടാണ്. എന്താണ് ജോയിച്ചേട്ടാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ 5 നൂറ്റാണ്ട് നമ്മൾ ഹൃദയത്തിലേറ്റിയ ഈ കലയെ എങ്ങനെ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റും? ജിജോ, അത് ക്ഷിപ്രസാധ്യമല്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചുരുക്കി തന്നെ, നാനോയുടെ കാലഘട്ടമാണല്ലോ, ചുരുക്കി തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിലൂടെ ഞാനിങ്ങനെ ഇരുന്ന് അക്കരെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഈ ചവിട്ടുനാടകം എന്നാണ് ആരംഭിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ആദ്യത്തെ അതിൻ്റെ ഒരു നിഴൽ ഞാൻ അവിടെ നിന്നു കണ്ടു. ഇത് വെല്ലിംഗ്ടൺ ഐലൻഡാണ് നേരെ കാണുന്നത്. അത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നികത്തിയെടുത്ത സ്ഥലമാണ്. വിണ്ടുരുത്തി അപ്പുറത്താണ്. വിണ്ടുരുത്തിയും ബോൾഗാട്ടിയും ചേർന്ന് കിടക്കുകയാണ്. വിട്ടുരുത്തിയും പോഞ്ഞിക്കരയുമാണ്. അതിനപ്പുറത്ത് കൽവത്തി കനാലുണ്ട്. ഈ കൽവത്തി വെച്ചാൽ മട്ടാഞ്ചേരി, ആ ഇപ്പോൾ അതൊക്കെ നികന്നു പോയി. അവിടെയാണ് കപ്പലുകൾ വന്നിരുന്നത്. 1500 ഡിസംബർ 24 ഒരു കപ്പലവിടെ വന്നെടുക്കുകയുണ്ടായി, കപ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള കപ്പൽ. ആ കപ്പലിൽ വന്ന പോർച്ചുഗീസ് നാവികരെ കൊച്ചി രാജാവ് സ്വീകരിക്കുകയും അവിടെ നിന്ന് അവർ കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷെ ചവിട്ടുനാടകത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ചവിട്ടുനാടകത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്ത് യൂറോപ്യനാണ്. എന്നാൽ അത് നട്ടതും വെള്ളവും വളവും വായുവൊക്കെ സ്വീകരിച്ചത് ഈ തദ്ദേശീയമായിട്ടാണ്. അതാണ് ഈ ഇതിൻ്റെ ഒരു പുതിയ ഒരു ക്രിയോൾ എന്ന് പറയുന്ന ഒരു പദത്തിന് വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. ക്രിയോലൈസേഷൻ എന്നൊക്കെ പറയുന്ന പദത്തിന് അത് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു സിനർജിയാണത്. ഈ 1+1 മിക്സിംഗ് അല്ല, അത് അവിടത്തൊന്നും ഇവിടത്തൊന്നും കൂടെ ചേരുമ്പോൾ 2 അല്ല 3 ആകുന്നെന്നാണ് പുതിയ സിനർജി സയൻസിൽ പറയുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഇമ്മിണി വലിയ ഒന്നാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് യൂറോപ്യനാണ്, വളർന്നതും മുളച്ചതും ഇവിടെ നിന്നാണ്. അത് തുടക്കം കുറിക്കുന്നത് 1502 നവംബർ 19 നവംബർ 19 പൊതുവേ ചരിത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്നത്. എങ്കിലും നവംബറിലായിരിക്കുമെന്ന് അംഗീകരിച്ചിട്ടുള്ളൂ. വാസ്കോഡി ഗാമയെ കാണാൻ വേണ്ടിയിട്ട്
കൊടുങ്ങല്ലൂരുള്ള ക്രൈസ്തവർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. 1502 നവംബർ 19 അപ്പോൾ ഗാമയുടെ രണ്ടാമത്തെ വരവാണ്. ആ അവസരത്തിൽ വന്നിട്ട് ഒരു ക്രൈസ്തവ രാജവംശം ഉണ്ടായിരുന്നു, വില്ലാറുവട്ടൻ രാജവംശം. അതിനെക്കുറിച്ച് പല രേഖകളുണ്ട്, എങ്കിലും പൂർണ്ണമായ തെളിവുകളൊന്നും ലഭിച്ചു വരുന്നുള്ളൂ. അവരുടെ കയ്യിലുണ്ടായിരുന്ന രാജാവ് അന്യം നിന്നുപോയി, 1450 അന്യം നിന്നുപോയി എന്ന് പറയുന്നത്. അവരുടെ ഒരു ചെങ്കോല് ഗാമയ്ക്ക് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചി രാജാവും ഗാമയും തമ്മിൽ കരാർ വെക്കുന്നുണ്ട്, കബ്രാളും തമ്മിൽ കരാർ വെക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു കച്ചവടത്തിനുള്ളൊരു ചാനലാണ് തുറന്നത്. പക്ഷേ ഇവിടെ ക്രൈസ്തവരുടെ ഈ കാഴ്ചവെപ്പുണ്ട്, കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു സാംസ്കാരിക ഇടനാഴിയാണ് തുറക്കപ്പെട്ടത്. ആ ഇടനാഴിയിലൂടെയാണ് ഈ ചവിട്ട് നാടകം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ആലങ്കാരികമായി അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതിൽ തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഘടകമായിട്ട് എന്താണ് യൂറോപ്യൻ വിത്ത്? അതിൻ്റെ യൂറോപ്യൻ വിത്ത് എന്ന് പറയുന്നത് ആ യൂറോപ്പിലുള്ള റെനൈസൻസ് ആണ്. യൂറോപ്പിൽ നടന്നിട്ടുള്ള റെനൈസൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ റെനൈസൻസ് തുടങ്ങുന്ന ഒരു 13-ാം നൂറ്റാണ്ടിലാണെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്നത്. അതിന് തുടക്കം കുറിഞ്ഞത് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നത്. കാരണം കത്തോലിക്ക സഭയുടെ അപ്രമാദിത്വത്തിന് കീഴിലായിരുന്നു യൂറോപ്പ്. സഭയിൽ അതിദ്രുതമായ ഇകഴ്ചകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുകയും വളരെ മോശമായ എന്നൊരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് കുരിശുദ്ധമൊക്കെ നടക്കുന്നത്. 1096 മുതൽ ഏകദേശം 1291 വരെ 2 നൂറ്റാണ്ട് നടന്ന 8 or 9 കുരിശുദ്ധങ്ങളുണ്ട്. ഈ കുരിശുദ്ധങ്ങൾ നടക്കുന്നു. കുരിശുദ്ധത്തിന് ശേഷം 347 മുതൽ 51 വരെയൊക്കെ നടന്നിട്ടുള്ള പ്ലേഗ്, യൂറോപ്പ് തകർന്നടിഞ്ഞു. സഭയുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം യൂറോപ്പിനെ വലിഞ്ഞു മുരിക്കിയപ്പോൾ അതിനെതിരെ തിരിഞ്ഞു നടന്ന ആളാണ് ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിൻ്റെ യാത്രകളുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഒന്ന് ഈജിപ്തിലേക്ക് അദ്ദേഹം പോകുന്നു, അതിനു മുൻപ് അദ്ദേഹം റോമിലേക്ക് പോകുന്നു. ഈ 2 യാത്രകളിലൂടെ ഒരു തിരിച്ചു ചിന്ത യൂറോപ്പിൽ ഉണ്ടാവുകയാണ്. അതാണ് റെനൈസൻസ് ഉണ്ടാക്കുന്നത്. ആ റെനൈസൻസിൽ ഉണ്ടായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. ഒന്ന്, ഹ്യൂമനിസം വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മതത്തിൻ്റെ കീഴിൽ മാത്രം ജനിഞ്ഞിറങ്ങേണ്ടവരല്ലെന്നും ഒരു സെക്കുലർ കാഴ്ചപ്പാടിലൂടെ എല്ലാ മനുഷ്യർക്കും വളരാനും വികസിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളൊരു തോന്നൽ രൂപപ്പെട്ടു വന്നു. അങ്ങനെയാണ് ഹ്യൂമനിസം ഉണ്ടാകുന്നത്. ആ ഹ്യൂമനിസത്തിൻ്റെ തെളിവായിട്ടാണ് ഫ്ലോറൻസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 14-ാം നൂറ്റാണ്ടിലൊക്കെ 15-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നു. ആ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ കലയും സാഹിത്യമാണെന്ന് മുന്നോട്ട് വരുന്നത്. അതിൽ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറൽമൻ കഥകളാണ് രൂപപ്പെട്ടു വരുന്നത്. ആ കാറൽമൻ കഥകൾ, കാറൽമൻ ചക്രവർത്തി എന്ന് പറയുന്നത് അദ്ദേഹം 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പ് ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹമാണ് ആധുനിക യൂറോപ്പിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആൾ. ആധുനിക യൂറോപ്പിൽ നവീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ ധാരാളം കൃതികൾ ഇന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒപ്പം ഇരുന്ന് പഠിക്കാനുള്ള അവകാശം കൊടുത്തത്. അടിമയുടെ മക്കൾക്കും ഉടമയുടെ മക്കൾക്കും ഒപ്പം ഇരുന്ന് പഠിക്കാനുള്ള അവസരം കൊടുത്തത്. അദ്ദേഹം ആരംഭിച്ച ഓക്സംബർഗ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്സംബർഗ് യൂണിവേഴ്സിറ്റി ഇന്നും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മുടെ അർണോസ് പാതിരി അവിടെയാണ് പഠിച്ചതെന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോയി കണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ഫാദർ അടപ്പൂർ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാറൽസ്മാൻ ചക്രവർത്തിയുടെ ഈ കഥ എന്ന് പറയുന്നത് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പാണ്. അത് യഥാർത്ഥത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും, അതായത് വൾഗർ ലാറ്റിനിലുണ്ടായിരുന്ന ഈ കഥ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥ എല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്ക് വന്നു. ആ ഭാഷയിലുള്ള കഥയാണ് മിഷണറിമാർ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവർ അന്നത്തെ പ്രധാനപ്പെട്ട ഭാഷയായ മലയാളം തമിഴിലേക്ക്, അല്ലെങ്കിൽ മലബാർ തമിഴ് എന്നാണ് തമ്പുരാൻ വണക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മലബാർ തമിഴ് അല്ലെങ്കിൽ ചെന്തമിഴെന്ന് നമ്മളിന്ന് പറയും. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ ഭാഷ ചെന്തമിഴാണ്. അന്ന് പ്രധാനമായിട്ട് ഇവിടുത്തെ സാഹിത്യ ഭാഷ അതായിരുന്നു. അതിലേക്ക് കൺവെർട്ട് ചെയ്തോട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള കൂത്ത്, കൂടിയാട്ടം, ഇവിടുത്തെ സൈനിക പാരമ്പര്യം, കളരികൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുള്ളൊരു ക്രിയോളാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. ഇതൊരു മാരിടൈം കലാരൂപം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ പശ്ചാത്തലം എനിക്ക് തോന്നുന്നു സമയമൊന്ന് നിയന്ത്രിച്ചേക്കണോട്ടെ, ഞാൻ ചിലപ്പോൾ നീണ്ടുപോയിന്ന് വരും. മോഡറേറ്റ് അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രിയോളാണ്. അത് ഇവിടുത്തെ തദ്ദേശീയ ഘട്ടങ്ങളിലുള്ള ഒരു ക്രിയോളായിട്ടാണ് ചവിട്ടുനാടകം രൂപപ്പെട്ടത്. താങ്ക് യു. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ 3 പേരെ ഓർക്കണമെന്ന് പറഞ്ഞ് ഞാൻ 2 പേരുടെ കാര്യം പറഞ്ഞുള്ളൂ. മൂന്നാമത്തതൊരു സമൂഹമാണ്. അത് സ്വന്തം പട്ടിണിയിലും പരിവട്ടത്തിലും നഷ്ടങ്ങളിലും ആതുരതയിലുമെല്ലാം ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ
ചവിട്ടുനാടകം എന്ന കലാരൂപത്തെ നെഞ്ചിലേറ്റിയ, സ്വന്തം ദാരിദ്ര്യത്തെ, പട്ടിണിയെ ആ മരത്തട്ടിൽ ചവിട്ടി മുന്നോട്ട് കുതിച്ച ഒരു വലിയ സമൂഹമാണ്. കലാകാരന്മാരുടെയും ആശാന്മാരുടെയും ഒരു വലിയ സമൂഹം. ആ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചാണ് നവ്യ പഠിച്ചത്. എന്താണ് നവ്യ ഈ നാടകത്തിൻ്റെ ഒരു പുനരുത്ഥാനം, അതിൻ്റെ ക്രയോള്, അതിനെങ്ങനെയാണ് നവ്യയുടെ പഠനങ്ങളിൽ വെളിപ്പെട്ടത്? ചവിട്ടുനാടകത്തെ പറ്റി സംസാരിച്ചു തുടങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചവിട്ടുനാടകത്തിൻ്റെ സാർ പറഞ്ഞ നവോത്ഥാനം എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്, ഒരു റിനൈസൻസ് എന്നുള്ള ഒരു സെൻസിൽ, റീകൺസ്ട്രക്ഷൻ എന്നുള്ള സെൻസിൽ. പക്ഷെ പിന്നീട് വേറൊരു വാക്കിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ആ വാക്കാണ് റിയാക്ടിവേഷൻ, വീണ്ടും സജീവമാവുക എന്നുള്ള ഒരു അർത്ഥം വരുന്ന റിയാക്ടിവേഷൻ എന്ന് പറയുന്ന വാക്ക്. ശരിക്കും പറഞ്ഞാൽ ചവിട്ടുനാടകം ഈ തീരദേശ ലത്തീൻ കത്തോലിക്കരുടെ ആൻഡ് ലത്തീൻ കത്തോലിക്കരുടെ മാത്രമല്ല, തീരദേശ നിവാസികളുടെ ഒരു പെർഫോമൻസ് ആർട്ടാണ്. അപ്പോൾ പല ഫേസസ് ഉണ്ട് അതിന്. ഇപ്പോൾ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കതിൽ 2 റിയാക്ടിവേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ റിയാക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ 1950കളിൽ കാണുന്നൊരു റിയാക്ടിവേഷനാണ്. അതിനു മുൻപ് ചവിട്ടുനാടകം എപ്പോഴും തീരദേശത്ത് വളരെ സജീവമായിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും കുറച്ച് അവർക്ക് കുറച്ച് ബ്ലോക്കുകൾ വന്ന ഒരു സമയമാണ് 1950. അതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളും, കാരണം പള്ളിമുടക്കും, പിന്നെ ഗോത്രത്തിലെ പള്ളിമുടക്കും, പിന്നെ അവർക്ക് കുറച്ച് സ്പോൺസർഷിപ്പൊക്കെ കുറഞ്ഞു, കുറച്ച് സപ്പോർട്ട് കുറഞ്ഞൊരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു കൾച്ചറൽ റിനൈസൻസിൻ്റെ ഭാഗമായിട്ട്, നാഷണൽ യൂണിറ്റി ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിജിനസ് പെർഫോമൻസസിന് ഒരുപാട് പ്രാധാന്യം കിട്ടിയ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മൗലാന ആസാദൊക്കെ ആ സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പറയുന്നത് ആർട്ടിലൂടെയാണ് നമ്മുടെ നേഷനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഇനി ഒരു ബൈൻഡിങ് ഫോഴ്സായിട്ട് ആർട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നൊരു പശ്ചാത്തലത്തിൽ ചവിട്ടുനാടകത്തിൻ്റെ സെബീന ടീച്ചർ ഏറ്റവും ചവിട്ടുനാടകത്തെ പേര് ഒത്തൻറ്റിക് ആയിട്ടൊരു ബുക്ക്, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ആ ഒരു സമയത്ത് സെബീന ടീച്ചർ മാത്രമാണ്. ആ പുസ്തകമാണ് ഇന്നും എനിക്ക് തോന്നുന്നു ചവിട്ടുനാടകത്തെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു പുസ്തകം. അത് കഴിഞ്ഞ് വന്നതെല്ലാം ചെറിയ പേപ്പേഴ്സും ഇതൊക്കെ ആണെങ്കിലും ടീച്ചറാണ് ഒരു 360 ഡിഗ്രി ഇവാലുവേഷൻ നടത്തിയിട്ടുള്ളത് ചവിട്ടുനാടകത്തെ പറ്റി. അപ്പോൾ ടീച്ചർ മുന്നോട്ട് വരികയും ആ ആദ്യത്തെ റിയാക്ടിവേഷന് ഒരു ടീച്ചറാണ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോതുരത്തിൽ. അപ്പോൾ നവോത്ഥാനം എന്നുള്ളതിനേക്കാൾ ഉപരി വീണ്ടും സജീവമാവുക, റിയാക്ടിവേഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഒരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. സെബീന ടീച്ചർക്ക് ഉണ്ടായിരുന്ന ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഗോതുരത്തിൽ അവിടെ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് അതിനെപ്പറ്റി ഗ്രാസ് റൂട്ട് ലെവലിൽ അറിയുകയും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അത് ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് ഇതിൻ്റെ ഇപ്പോൾ ക്രിയോളൈസേഷനെ പറ്റിയും അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയും, ഇപ്പോൾ ഒരു കൾച്ചറൽ ആർട്ട് ഫോം കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു ആർട്ട് ഫോമായിട്ടൊക്കെ ടീച്ചറിന് അതിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചറുടെ അത്തരം ഇടപെടലുകളാണ് ഫസ്റ്റ് റിയാക്ടിവേഷൻ ശരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ഫോർട്ടുകൊച്ചിയിലും മറ്റ് തീരപ്രദേശങ്ങളിലും ഇപ്പോൾ ആലപ്പുഴ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ തീരദേശത്ത് മുഴുവൻ ചവിട്ടുനാടകം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്കൊന്ന് ഗോതുരത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ടീച്ചറുടെ ഇടപെടൽ കൊണ്ടാണ്. ടീച്ചർ അതിന് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസിന് ഡൽഹി വരെ കൊണ്ടുപോവുകയും അവിടെ ഒരുപാട് ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ശരിക്കും ഫസ്റ്റ് റിയാക്ടിവേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന മേജർ പോയിൻറ്റ്സ് ഇൻ ഹിസ്റ്ററി. പിന്നീട് ചവിട്ടുനാടകം വീണ്ടും ഒന്ന് സജീവമല്ലാതാവുകയും അതിന് കുറേ ഇംപെഡിമെൻറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ കൾച്ചറൽ സീനുമായി ബന്ധപ്പെട്ടതാണ്. ഫോക്കും ക്ലാസിക്കലും തമ്മിലുള്ള ഒരു ഡൈക്കോട്ടമി ആണല്ലോ, അത് കാസ്റ്റും ആയിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ലത്തീൻ കത്തോലിക്കരുടെ അതിൽ അല്ലാതെ എൻഗേജ് ചെയ്യുന്നവരുടെയും കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണത്. അപ്പോൾ ആദ്യത്തെ റിയാക്ടിവേഷൻ അതായിരുന്നു. രണ്ടാമത്തെ റിയാക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ 1990s തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഓൺഗോയിങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2012 നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിലും പിന്നെ നമ്മുടെ കൊച്ചി ബിനാലെ ഭയങ്കര വിസിബിലിറ്റി കൊടുത്തൊരു കാര്യമാണ്. KL രാമചന്ദ്രൻ സാറിൻ്റെ ഒക്കെ ലീഡർഷിപ്പിലാണ് അത് ചവിട്ടുനാടകം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചുവടി ഫെസ്റ്റ് വന്നു. അങ്ങനെ ഒരു ഓൺഗോയിങ് റിയാക്ടിവേഷനാണ് സെക്കൻഡ് റിയാക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പോയ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ചവിട്ടുനാടകത്തിന് ആകെ ഒരു പോസ്റ്റർ ബോയേ ഉള്ളൂ. അത് കാർൽമാൻ ചരിത്രത്തിൽ റോൾദോൻ്റെ വേഷം ചവിട്ടിയാടിയ മനീക്ക് വൈദ്യരാശാൻ്റെ പാടവത്തിൽ ആവേശഭരിതനായി സ്റ്റേജിലേക്ക് ചാടിക്കയറി അദ്ദേഹത്തിൻ്റെ കിരീടമെടുത്ത് സ്വന്തം തലയിൽ അണിഞ്ഞ് തുള്ളാൻ ശ്രമിച്ച ജവഹർലാൽ നെഹ്റു. അതിൻ്റെ ഫോട്ടോഗ്രാഫ് പോലും ഇന്ന്
നമ്മൾക്ക് അവൈലബിൾ ആണ്. വള്ളത്തോളിൻ്റെ പ്രേരണയിലായിരുന്നു സബീന ടീച്ചർ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ആരുടെയും പ്രേരണയില്ലാതെ ഒരു മനുഷ്യൻ പ്രതി തിയേറ്ററിൽ കൊണ്ടുപോയി ചവിട്ടുനാടകം സമിതികളെ കളിപ്പിക്കുകയും അവിടെ നടത്തിയ ഒരു ശില്പശാലയിൽ, വലിയൊരു ശില്പശാലയിൽ, ദ വൺ ആൻഡ് ഓൺലി മാരിടൈം തിയേറ്റർ ഇൻ ദ വേൾഡ് എന്ന് ചവിട്ടുനാടകത്തെ സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്ത ഒരാളുണ്ട്. അതാണ് കേളി രാമേന്ദ്രൻ. എന്താണ് രാമൻ ചേട്ടാ ചവിട്ടുനാടകത്തെക്കുറിച്ച് രാമൻ ചേട്ടൻ്റെ ബോധ്യങ്ങളും വികാരങ്ങളും? ചവിട്ടുനാടകം കലയുടെ ലാവണ്യശാസ്ത്രത്തിൽ പറയുമ്പോൾ സാധാരണ വരുന്നൊരു ചോദ്യമുണ്ട്, ഇത് ഫോക്കാണോ ക്ലാസിക്കലാണോ എന്നുള്ളതാണ്. ഇവിടാണെങ്കിൽ ഈ ചവിട്ടുനാടകം ഇങ്ങനെ ഒരു ക്രയലൈസേഷൻ്റെ സിമ്പിളും സിഗ്നേച്ചറുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഇടപെടുന്നൊരു മേഖലയായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫോക്കാണോ ക്ലാസിക്കലാണോ എന്നുള്ളത് ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ലാവണ്യ നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനെ വർഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്കിങ്ങനെ ലളിതമായിട്ട് പറയാം, മനുഷ്യനെ കേവലം സന്തോഷിപ്പിക്കുന്നത് ക്ലാസിക്കൽ കലാരൂപം, പക്ഷെ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്നത് അത് ഫോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഈ ചവിട്ടാടത്തിലേക്ക് പെട്ടെന്ന് നടന്നെത്താൻ പറ്റും. ചവിട്ടാടത്തിൻ്റെ ഒരു ആദിമ ചരിത്രം, മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നോക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. തീരദേശത്താണ്. തീരദേശത്തിൻ്റെ അന്നം എന്ന് പറയുന്നത് കടലാണ്, മത്സ്യമാണ്. അപ്പോൾ കടൽ എപ്പോഴും അൺപ്രഡിക്റ്റബിളാണ്. നമുക്കറിയാലോ, ഇന്ന് ചാകരയാണെങ്കിൽ നാളെ വട്ടപൂജയാണെന്നുള്ളൊരവസ്ഥയിൽ കടലിൽ മത്സ്യം പിടിക്കാൻ പോയിട്ട് അവിടുന്ന് കൊണ്ടുവന്നതുകൊണ്ട് വേണം അന്നം കഴിക്കാനായിട്ടെന്നുള്ളൊരവസ്ഥയിൽ പ്രതീക്ഷയോടുകൂടി കടലിൽ പോയിട്ട് നിരാശയായിട്ട് വലയൊഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒരു ദിവസമല്ല, പല പല ദിവസങ്ങളിൽ. ഈ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ മാന്യതകളും സ്നേഹവും പട്ടിണി എന്ന് പറയുന്ന ഒരു ഘടകം എത്തുമ്പോൾ മാഞ്ഞു പോകും. ജീവിതത്തിൽ ഒരു വിലയും കൊടുക്കാതെ വീട്ടിലുള്ളവരൊക്കെ പരമ ചീത്തയും ആകെ നാണക്കേടാക്കി മനുഷ്യൻ്റെ ഒരു അസ്തിത്വം മുഴുവൻ കേടുവരുത്തുന്ന പോലെ ഒരുത്തൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. ആകെ നാണം കെട്ട് പുലർത്താൻ കഴിവില്ലാത്തവൻ എന്നുള്ള ഒരു അവഹേളനത്തോടെ പുറത്തിറങ്ങി പള്ളിമുറ്റത്ത് ചെല്ലുമ്പോഴാണ് അവിടെ ചവിട്ടുനാടകം അരങ്ങേറുക. അപ്പോൾ ഞാൻ ഈ ഗോതുരത്തിൽ 2012 തൊട്ട് ഞാൻ ഈ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചവിട്ടാടക്കാരോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം, ഏത് വേഷം കെട്ടാനാണ് എന്ന് ചോദിക്കും. ഞാൻ ചാർലിമാൻ ചക്രവർത്തി ആവണമെന്ന്. അപ്പോൾ എനിക്ക് അല്പം തോന്നാറുണ്ട്, ചാർലിമാൻ ചക്രവർത്തിക്ക് ഒരുപാട് അഭിനയിക്കാനില്ല, അഭിനയിക്കാനുള്ളത് ശത്രുരാജാവിനാണ്. അപ്പോൾ കഥകളിയിലായാലും അങ്ങനെയാണല്ലോ, ആൻറ്റി ഹീറോയിനാണല്ലോ ചെയ്യാനുള്ളത്, നായകനല്ലല്ലോ. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഈ പട്ടിണിയും പരിവട്ടവും കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ചെന്ന് ആ തട്ടിൽ കയറി നിൽക്കുമ്പോൾ അവൻ രാജാവല്ല, ചക്രവർത്തിയാണ്. ഒരു രാവ് ചക്രവർത്തിയായിട്ട് ജീവിച്ചു എന്നുള്ള ഒരൊറ്റ ലേപനത്തിൽ നമ്മുടെ അന്നത്തെ നിരാസം മറക്കാം, അവജ്ഞ മറക്കാം, പട്ടിണി മറക്കാം. പിന്നെ വീണ്ടും പിറ്റേ ദിവസം തോൽക്കാൻ വേണ്ടിയിട്ടെല്ലാം കടലിലേക്ക് പോവുകയാണ്. അതുകൊണ്ടൊരൊറ്റ കാരണം മതി, ഇതിൻ്റെ ഈ ഒരൊറ്റ കഥ അല്ലെങ്കിൽ ഒരൊറ്റ കഥാസന്ദർഭം മാത്രം മതി, ജീവിത സന്ദർഭം മാത്രം മതി ഇതൊരു ഫോക്ക്ലോറാണെന്ന് പറയാനായിട്ട്. പിന്നെ അതിൽ വേറൊരു സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാ കാലഘട്ടത്തിനും ഈവൻ സെബീന ടീച്ചർ നമ്മൾ കണ്ടിട്ടുള്ള ഈ ചവിട്ടാടത്തിലെ ഏറ്റവും നല്ലൊരു അക്കാഡമീഷ്യനാണ്. പക്ഷേ ടീച്ചറടക്കം ടീച്ചറുടെ ആധികാരികമായിട്ടുള്ള പുസ്തകത്തിൽ ഇതിനെ ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും ശാസ്ത്രീയ കലാചരിത്രത്തിനോടാണ്. ഇത് ഫോക്കാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. കാരണം അന്ന് സജ്ജന മാന്യത കിട്ടിയിരുന്ന, സാമൂഹ്യ മാന്യത കിട്ടിയിരുന്ന കലാരൂപങ്ങൾ ഇത്തരത്തിലുള്ള സവർണ കലകളായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. സവർണ സമൂഹമാണ് അതിനെ പോറ്റിയിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഒരു ജീവിതചര്യ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവഗണിക്കപ്പെട്ട സമയത്ത് നമ്മൾ റെക്കഗ്നീഷൻ കിട്ടുന്ന സ്ഥാനത്തുമ്പോൾ കയറി പിടിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണ് ടീച്ചർ അത്, അല്ലാണ്ട് അതിൻ്റെ ലാവണ്യശാസ്ത്രവും നിയമവും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ക്ലാസിക്കൽ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയിലും അത് ചേർന്ന് നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാവാനുള്ളത്. ക്ലാസിക്കൽ പാരമ്പര്യത്തിനോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ആളുകൾ ചാർലി മേ എന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ സെയിൻറ്റ് ഫിലോമിന എന്ന് പറയുമായിരുന്നു. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്, കാറൽമാൻ എന്നാണല്ലോ പറഞ്ഞത്, പ്ലമേന എന്നാണല്ലോ പറഞ്ഞത്. അത് നമ്മുടെ സ്ലാങ്ങിലേക്ക് അവരെ പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ ഫോക്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒരു സംഗതി. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കല എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഫോക്കായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഡോക്ടർ എസ്.കെ. നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഫോക്ലോറിസ്റ്റ് ആദ്യമായിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്നുള്ള പ്രബന്ധത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കലകളെ ഫോക്ക് ക്ലാസിക്കൽ എന്നുള്ള നിലയ്ക്ക് വിഭജിച്ചത്. അത് ഒന്ന് അനുഷ്ഠാന നാടകങ്ങൾ, അതായത് ഈ മുടിയേറ്റ് പോലുള്ള അനുഷ്ഠാനവും ക്ഷേത്രവും അനുഷ്ഠാനങ്ങളുമായി നേരിട്ട് ബന്ധം വെക്കുന്ന കഥകൾ.
രണ്ട് അനുഷ്ഠാന ആഭാസ നാടകങ്ങൾ. ഇപ്പോൾ ഏഴാമത്ത് കളി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സംഗതി. ഈ ആഭാസം എന്ന് പറഞ്ഞാൽ പ്രാകൃതം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ആഭാസം എന്നുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതുപോലെ തോന്നിപ്പിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അർത്ഥം മാറിപ്പോരുത്. മൂന്നാമത് സാങ്കേതിക ആഭാസ നാടകം എന്ന് പറയും. അതിലാണ് ചവിട്ട് നാടകം വരിക. അതിൽ സാങ്കേതികത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാങ്കേതികത്വം ഉണ്ട്. അതിൽ അനുഷ്ഠാനത്തിൻ്റെ അംശങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അംശങ്ങളുണ്ട്. പിന്നെ നാലാമത് പറയുന്ന അനുഷ്ഠാനേതരമായിട്ടുള്ള നാടകങ്ങൾ, പൊറാട്ട്, കാക്കലച്ചി നാടകങ്ങൾ തുടങ്ങിയുള്ള സംഗതികൾ. അതിൽ സാങ്കേതിക ആഭാസ നാടകമായിട്ടാണ് ചവിട്ട് നാടകത്തിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. ചവിട്ടുനാടകത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചവിട്ടുനാടകത്തെക്കുറിച്ച് കേൾക്കാറുള്ളത്. പക്ഷേ ചവിട്ടുനാടകത്തിലൊരു പള്ളിവിളക്കിൻ്റെ കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചോദിച്ചിട്ടത് വിശദമാക്കാൻ പറ്റുമായിരിക്കും. എങ്ങനെയാണ് ഒരു നാട് അതിനെ പ്രതിരോധിച്ചത്? ഈ ചവിട്ടുനാടകത്തിൻ്റെ ചരിത്രം നേരത്തെ ചെറുതായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുള്ളൂ. ചവിട്ടുനാടകം തുടങ്ങുന്നത് ശരിക്കും 16-ാം നൂറ്റാണ്ടിൽ ഏകദേശം ഒരു 1570-80 കാലഘട്ടത്തിലാണെന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജസ്യൂട്ട്സാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ആദ്യത്തെ ഇതുണ്ടായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ ചരിത്രരേഖകളിലൊക്കെ പറയുന്നത്. കാരണം 1580-കളിൽ മഫൈ എന്ന് പറയുന്ന ഒരു ജസ്യൂട്ട് ചരിത്രകാരൻ എഴുതിയ കൃതിയിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കയ്യും കാലും എടുത്ത് കളിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ചവിട്ടുനാടകം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ക്രൈസ്തവരെ ടീച്ചർ പറഞ്ഞിരിക്കുന്നതാണ്, ഏകോപിപ്പിക്കാനും ദൃഢീകരിക്കാനും ഉത്തേജിപ്പിക്കാനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1599-ന് ശേഷം ഉദയംപേരൂർ സൂനകദോസിന് ശേഷം കേരളത്തിലെ എല്ലാ ക്രൈസ്തവരും കത്തോലിക്കരായി മാറുകയുണ്ടായി. അന്നത്തെ കത്തോലിക്കരെ മതബോധനം, അതായത് കാറ്റക്കിസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാന ഉപകരണമായിട്ടാണ് ചവിട്ടുനാടകത്തെ ഉപയോഗിച്ചത്. അവിടെയാണ് ഈ നേരത്തെ ശ്രീ ജിജോ പറഞ്ഞ ഈ ചവിട്ടുനാടകത്തിൻ്റെ കുലപതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചിന്നത്തമ്പി അണ്ടാവിയൊക്കെ കടന്നു വരുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്, അല്ല 17-ാം നൂറ്റാണ്ടിലാണ്. അതായത് കൂനംകുരിശ് സമരത്തിനൊക്കെ കുറച്ച് നാൾ മുമ്പ്, ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ സെയിൻറ്റ് അലക്സിനോസ് ചരിത്രം, ജനോവ ചരിത്രം, ബ്രിജീത്ത ചരിത്രമൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അതായത് ജനങ്ങളെ കാറ്റക്കിസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ കാറ്റക്കിസം പഠിപ്പിക്കൽ എല്ലാ പ്രദേശത്തും, അത് കിഴക്കൻ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് 1930-കളിലൊക്കെ ഈ 40-കളിലൊക്കെ ഈ കിഴക്കൻ പ്രദേശത്തുണ്ടായിട്ട് ഡോക്ടർ ചുമ്മാർ ചൂണ്ടലിൻ്റെ പ്രബന്ധത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ തീസിസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് കൂനംകുരിശ് ശപഥം ഉണ്ടാകുകയും ജസ്യൂട്ട്സ് പോവുകയും പല പ്രശ്നങ്ങളുണ്ടാകും, ഡച്ചുകാർ വരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ കൂനംകുരിശ് ശപഥം കൊണ്ട് തോമാ ക്രിസ്ത്യാനികൾ വലിയൊരു വിഭാഗം തിരിഞ്ഞുപോയി. അവർ ഈ ജസ്യൂട്ട്സിനെ എതിർത്ത പോലെ തന്നെ ചവിട്ടുനാടകത്തെ റെസിസ്റ്റ് ചെയ്തു. പക്ഷേ തീരപ്രദേശത്തുള്ള, നേരത്തെ ജിജോ പറഞ്ഞ പോലെ തന്നെ, ഈ തീരപ്രദേശത്തുള്ള KD സാർ സൂചിപ്പിച്ച പോലെ തന്നെ തീരപ്രദേശത്തുള്ള ആളുകൾ ഇത് ഏറ്റെടുത്ത് അവർ കൊണ്ടു നടന്നു. പക്ഷേ ഈ അവസാനം ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് 1870-കളിലാണ്. 1870-കളിൽ 68 മുതൽ വരാപ്പുഴ അതിരൂപതയിലാണ് എന്ന് കേരളത്തിലെ എല്ലാ രൂപതകളും അന്ന് വരുന്നത്. വരാപ്പുഴ അതിരൂപതയിൽ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം അന്ന് വളരെ മെല്ലാനോ അദ്ദേഹം അന്ന് വരാപ്പുഴ വികാരിയത്തിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം ഈ രാത്രി കലാരൂപങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയുണ്ടായി. പക്ഷേ പിന്നീട് വന്ന ആർച്ച് ബിഷപ്പ് ബെർണാഡ് അർഗിൻസോൾസ്, അദ്ദേഹം ഈ രാത്രിയുള്ള എല്ലാ കലാരൂപങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 7:30 കഴിഞ്ഞാൽ വെളുപ്പിന് 5:30 വരെ ഒരു കലാരൂപങ്ങളോ ഒരു കലാപരിപാടികളോ ഒരാഘോഷങ്ങളോ പാടില്ല എന്ന് അദ്ദേഹം നിയന്ത്രിച്ചു. കാരണം ഈ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി സതുപദേശത്തിലാണ്, അല്ലാതെ നെഗറ്റീവായിട്ടല്ല. കാരണം പിശാചുക്കളൊക്കെ പുറത്തിറങ്ങുന്ന സമയമായതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ചവിട്ട് നാടകം രാത്രി അവതരിപ്പിക്കാൻ പറ്റാതെ, അതുകൊണ്ട് ഈ പ്രദേശത്ത് മിക്കവാറും എല്ലായിടത്തും നിന്നുപോയി. പിന്നെ കൊച്ചി പ്രദേശത്ത് പാദ്രവേദ ആയതുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിലും തളർച്ച നേരിട്ടു. പക്ഷേ ഗോതിരുത്തുകാർ, ജിജോ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഗോതിരുത്തുകാർ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചതെന്നുണ്ടെങ്കിൽ ഗോതിരുത്തുകാർ പകൽ നാടകം നടത്തുമായിരുന്നു. അങ്ങനെയാണ് വാർവാശാൻ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഒരു 4-5 ചവിട്ട് നാടകങ്ങൾ എഴുതിയ ചന്തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിലാണ് രചന നിർവഹിച്ചത്. പിന്നെ ആ ആർച്ച് ബിഷപ്പ് മാറി അടുത്ത ഏഞ്ചൽ മേരി എന്ന ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ മാറ്റി. ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ സെബിൻ ടീച്ചറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന 1930 എന്നാണ്. ശരിക്കും നടന്നത് 1928 28 മെയ് മാസത്തിലാണ് നടന്നത്. 2 ടീമുകളിൽ ഒരു ടീം ചവിട്ട് നാടകം രാത്രി കളിക്കാൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ടീമിന് രാത്രി കളിക്കാൻ തീരുമാനിച്ചു. പള്ളിയിൽ ഇവിടെ നിന്ന് ഓർഡർ ഇട്ടു, ബിഷപ്പിൻ്റെ ഓർഡർ ഇട്ടു, രാത്രി കളിക്കാൻ പാടില്ലെന്ന് ഓർഡർ ഇട്ടു. മൈൻഡ് ചെയ്തില്ല. 2 ടീമും രാത്രി ചവിട്ടാടം കളിച്ചു. ചവിട്ടാടം കളിച്ചപ്പോൾ ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു.
പള്ളിയിൽ നിന്ന് പുറത്താക്കിയില്ല. ബെർണാദ് ബിഷപ്പാണെങ്കിൽ മഹ്റോൻ ചൊല്ലുമായിരുന്നു. 10 കൊല്ലത്തേക്കും 20 കൊല്ലത്തേക്കൊക്കെ മഹ്റോൻ ചൊല്ലുമായിരുന്നു. ഇത് കുരിശ് പിടിച്ച് 3 ആഴ്ചകളിൽ കുർബാന കാണാനുള്ള ഒരു കൽപ്പന കൊടുത്തിട്ട് 3 ആഴ്ചയും ഗോപുരത്തിലുള്ള ആപാലവൃദ്ധം ജനങ്ങളും കുർബാന കൊള്ളും. അത് ഗോപുരത്തിൽ മാത്രമല്ല സാറേ, തുരുത്തൂരുണ്ട്. നമ്മുടെ ഈ ചെമ്മതോർ ജോർജ് എന്ന് പറയുന്ന പ്രായമുള്ള അദ്ദേഹം മരിച്ചുപോയി. ഈയിടെ 94 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ പോയി കണ്ടത്. അദ്ദേഹം പറഞ്ഞു കുരിശ് പിടിച്ച് അദ്ദേഹം ചെറുപ്പത്തിലെ കുർബാന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു തകർച്ചയുടെ ഘട്ടത്തിലാണ് ഈ നേരത്തെ നവ്യ സൂചിപ്പിച്ച റിയാക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. റിയാക്ടിവേഷൻ്റെ തുടരാം നവ്യക്കത് അത് മുഴുവനാക്കിയിരുന്നില്ല. അപ്പോൾ ശരി. ഈ പള്ളിമുടക്ക് കഴിഞ്ഞ് വരുന്ന റിയാക്ടിവേഷനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചല്ലോ. പക്ഷെ ആ റിയാക്ടിവേഷന് രാമേന്ദ്രൻ സാർ പറഞ്ഞ പോലെ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്തെ ക്ലാസിക്കൽ ചിന്താഗതിയോട് അടുപ്പിച്ചാണ് ചവിട്ടുനാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയത്. അപ്പോൾ ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തിയെങ്കിലും അതിനൊരു ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ടീച്ചറുടെ കുഴപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ചവിട്ടുനാടകത്തിൻ്റെ കുഴപ്പമോ അല്ല, അത് ആ കാലത്തിൻ്റെ പ്രശ്നമായിരുന്നു. അതായത് ക്ലാസിക്കൽ കലകൾക്ക് മാത്രമേ അന്ന് വിസിബിലിറ്റി ഉള്ളൂ, അന്ന് അത് മാത്രമേ ആക്സെപ്റ്റബിൾ ആയിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ അതിന് എൻ്റർടൈൻമെൻറ്റ് മോശമാണെന്നും അല്ല, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം അല്ല, അതിൽ കൂടുതൽ അതിനൊരു കലയുടെ വാല്യൂ കൊടുക്കാത്ത ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ടീച്ചർ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചതും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ റിയാക്ടിവേഷൻ 2 വരുമ്പോൾ, അതായത് 1990s തൊട്ടുള്ള റിയാക്ടിവേഷനിൽ നമ്മൾ കാണുന്ന ഈ ക്ലാസിക്കൽ ആക്കാനുള്ള ഒരു ശ്രമം മാറ്റി വെച്ചിട്ട് ചവിട്ടുനാടകം അതിൻ്റെ ഓർഗാനിക് സ്റ്റേറ്റിൽ എന്താണോ അത് അങ്ങനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ടൂറിസം വളരെയധികം മെച്ചപ്പെട്ടു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ചവിട്ടുനാടകം പോലൊരു പെർഫോമൻസ് യൂറോപ്യൻ ആണോ എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ തീംസ് ഉണ്ട് അതിൽ, എന്നാൽ പെർഫോമൻസ് വളരെ ഇൻഡിജിനസ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചി ബിനാലെ പോലെയുള്ള നല്ല നല്ല വെന്യൂസ് അതിന് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ചവിട്ടുനാടകം ആസ് എ കൾച്ചറൽ ഒരു ക്രിയലൈസ്ഡ് ഫോം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതിൻ്റെ ക്രിയലൈസേഷൻ. അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ക്രിയലൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് റിയാക്ടിവേഷൻ 2 ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്നത് അതാണ്. പിന്നെ ഇതിന് റിയാക്ടിവേഷൻ 1 നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രാക്ടീഷണേഴ്സിന്, അതായത് ആശാന്മാരും അതിൽ പെർഫോം ചെയ്യുന്നവരും അതിൻ്റെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിക്കും ഒക്കെ ഉള്ള റോള് വളരെ ലിമിറ്റഡ് ആണ്. അത് ആ ക്ലാസിക്കലിൻ്റെ അടുത്ത് അതിനെ ചേർത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അന്ന് ചവിട്ടുനാടകത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ റിയാക്ടിവേഷൻ 1. പക്ഷേ രണ്ടാമത്തേൽ വരുമ്പോൾ അതിൻ്റെ ഇൻഡിജിനസ് പ്രാക്ടീഷണേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസും വാല്യൂവും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുതിയ പുതിയ തീംസ് കൊണ്ടുവരാൻ തുടങ്ങി. ക്രിസ്തീയ തീംസും കാറ്റഗിസ്റ്റിന് വേണ്ടി, നേരത്തെ സാർ പറഞ്ഞല്ലോ ബ്രിജീന ചരിതവും പ്ലമേന നാടകം തുടങ്ങിയുള്ള കാർൽസ്മാൻ ചരിതം അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം പുതിയ പുതിയ നാടകങ്ങൾ വരാൻ തുടങ്ങി, പുതിയ രചനകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ധർമ്മശാസ്ത്ര, പിന്നെ നമ്മുടെ ഈ നാഷണലിസ്റ്റ് തീംസിൽ വന്നിട്ടുണ്ട് ചവിട്ടുനാടകത്തിൻ്റെ രചനകൾ. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. പിന്നെ തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ട്. അത് സാമൂഹിക സോഷ്യൽ ജസ്റ്റിസ് ആണ്. ശരിക്കും നമ്മുടെ തീരദേശത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വി പി വലിയ വീട്ടിലെ അച്ഛനും അങ്ങനെയുള്ള കുറേ പേരുടെ ഇൻ്റർവെൻഷൻസ് കൊണ്ടാണ്. പിന്നെ 2012 നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ചവിട്ടുനാടകം യൂത്ത് ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻഡ് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നു. കേരളത്തിന് ഇപ്പോൾ കൊച്ചിയുടെയോ അല്ലെങ്കിൽ തീരദേശത്തിന് അപ്പുറത്തേക്കുള്ള ജില്ലകളിലുള്ള കുട്ടികളും ഇന്ന് ചവിട്ടുനാടകം പഠിക്കുന്നു, പെർഫോം ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. പക്ഷേ 2012 അതിനു മുൻപും അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. 2012 അനിരുദ്ധൻ ആശാൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ നടത്തിയൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് കലകൾ, ഇപ്പോൾ ക്രിസ്ത്യൻ കലകളാണ്, മാർഗംകളിയൊക്കെ ആണെങ്കിൽ പോലും വളരെ നോർമലായിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടെങ്കിൽ ചവിട്ടുനാടകം നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുന്നത് 1960s യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പ്രാക്ടീസ്. അതെ, യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 2012 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചവിട്ടുനാടകം പോലെയുള്ള ഒരു പെർഫോമൻസിന് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാൻ. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പം അതാണ് റിയാക്ടിവേഷൻ 2. പിന്നെ അക്കാഡമിഷ്യൻസും ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്ന PhD തീസിസ് ചുമ്മാർ ചൂണ്ടൽ സാറിൻ്റെ തീസിസാണ്. അതും ജോളി പുതുശ്ശേരി സാറിൻ്റെ തീസിസ്. പിന്നെ മറ്റ് പലരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം കൂടെ
ഒരു ഒരു മെൽറ്റിംഗ് പോട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ചവിട്ടുനാടകം. സിനിമകളിൽ വന്നു കുട്ടിസ്രാങ്ക്, പിന്നെ അരവിന്ദൻ എൻ്റെ സിനിമയുണ്ട്, എസ്തപ്പാൻ എന്നൊക്കെ പറയുന്ന ആ സിനിമയൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കുട്ടിസ്രാങ്കും പിന്നെ ഈമ യവോ ഒക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിസിബിലിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ ചവിട്ടുനാടകത്തിൻ്റെ റിയാക്ടിവേഷൻ 2 എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഒരു ഓൺ ഗോയിങ് റിയാക്ടിവേഷൻ. രാമൻ സാറിന് ഇതിനോട് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള? എനിക്ക് ഞാനടങ്ങുന്ന ഈ ചവിട്ടുനാടക സമൂഹം ഉണ്ടല്ലോ, അവരോടുള്ള മൊത്തത്തിലുള്ളൊരു പരാതി എന്താ വെച്ചാൽ, നമ്മൾ അതിതീക്ഷ്ണമായിട്ട് പടിഞ്ഞാറോട്ട് നോക്കുകയും അവിടുത്തെ തീമുകൾ വരുന്നത് ഘോഷിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കിഴക്കോട്ട് നോക്കാറില്ല. അതായത് എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന്, തമിഴാണല്ലോ, ചെന്തമിഴാണല്ലോ എൻ്റെ ഭാഷ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് തോന്നണ്ടേ എന്തായിരിക്കും ഇതിൻ്റെ തമിഴ് ഭാഷയുടെ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും എന്ന് തോന്നാൻ ഞാനടങ്ങുന്ന ആളുകൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അത് വലിയ നമ്മളുടെ ഒരു, എനിക്ക് തോന്നുന്നത് ഞാനടങ്ങുന്ന ആളുകളുടെ ഒരു മാനസിക അടിമത്തമുണ്ട്. ഇപ്പോഴും ആ കൊളോണിയൽ ഹാങ് ഓവർ പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അതിൽ തോന്നുന്നത്. അപ്പോൾ യാദൃച്ഛികമായിട്ട് ജാഫ്നയിൽ വെച്ച് നടന്നൊരു വേൾഡ് ക്രിസ്ത്യൻ കോൺഫറൻസിൽ തിരുനെൽവേലിക്കാർ കുറച്ച് പേര് വന്നപ്പോൾ കാണാനിടയായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ചവിട്ടുനാടായിട്ട് ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സ്ക്രീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുനെൽവേലിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ആളുകളും പറയാണ്, ഏയ് സാർ ഇത് ഞങ്ങളുടെ അവിടെയുണ്ട്, ഈ രാഗങ്ങൾ ഞങ്ങളുടെയാണ്, ഇന്നിശ, താളിശ, കൊച്ചകം, വെൺപ, കൽത്തുറ, കട്ടുറ, ഇതൊക്കെ ഞങ്ങളുടെ രാഗങ്ങളാണ് സാർ. ഇത് ആരത്? ഈ ഇന്ന അണ്ണാവി നന്നായിട്ട് പാടാറുണ്ട്. അപ്പോൾ അണ്ണാവി എന്നുള്ള വാക്ക് അവരുടെയാണ്, ഈ രാഗങ്ങളെല്ലാം അവരുടെയാണ്. അങ്ങനെ ഞാനത് തിരുനെൽവേലി പോയിട്ട് ഒരു സുദീർഘമായിട്ട് ഞാനൊരു യാത്ര ചെയ്യാനായിട്ട് ആ ഭാഗത്ത് പോയപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഇതിനെ അനുഷ്ഠാന ആഭാസ ഇതിൻ്റെ സാങ്കേതിക ആഭാസമായിട്ടാണ് SK നായർ രേഖപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ അനുഷ്ഠാന നാടകമാണ് അവിടുത്തെ തമിഴ് ക്രിസ്ത്യൻ ഡ്രാമ എന്ന് പറയുന്നത്. നമ്മളെ കാണാൻ തന്നെ സമ്മതിച്ചില്ല. അവസാനം ഞാൻ കൊണ്ടുപോയ ആൾ പരിചയപ്പെടുത്തി എൻ്റെ ഐഡൻറ്റിറ്റിയോട് കൂടി തന്നെ ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം കാണാനിതാവുകയും വളരെ സ്നേഹത്തോടുകൂടി അത് കാണാനുള്ള അവസരം തരും, ഷൂട്ട് ചെയ്യരുത്, ഫോട്ടോ പോലും എടുക്കരുതെന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു കൗശലം കാണിച്ച് ഫോട്ടോ എടുത്തില്ല. അതുകൊണ്ട് അപ്പോൾ അതിൽ കണ്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തമിഴ്നാട് ഇതുണ്ടല്ലോ, രാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളെന്ന് പറഞ്ഞാൽ, നാഗർകോവിൽ ഭാഗത്ത് നമ്മളൊക്കെ ദേവസഹായം പിള്ള ചെയ്യുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവസഹായം പിള്ള നാടകം വന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ ബാർബറാമാൾപുരം ഉണ്ട്, അവിടെയാണ് ബാർബറാമൾ ഇസ്താക്കി എന്ന് പറയുന്ന നാടകങ്ങൾ. പിന്നെ നമ്മൾ പറയുന്ന ഇസ്താക്കിയാറും ജ്ഞാനസുന്ദരി, അന്തോണിയാർ എന്നുള്ള പേരിൽ ദാവീദ്, ഗോളിയാത്ത്, ഫിലോമിന, ജനോവ എല്ലാ നാടകങ്ങളും അവിടെ കളിക്കുന്നുണ്ട്. അതുകൂടാതെ കൊളുന്തട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാർബറാമ്പ കളിക്കുന്നത്, ഈ ജ്ഞാനസുന്ദരി കളിക്കുന്നുണ്ട്, ഇസ്താക്കി, അത് അങ്ങനെ 10ഓളം സ്ഥലത്ത് നാഗർകോവിൽ പരിസരത്താണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്. ഇനി ഇത് കഴിഞ്ഞ് എവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, ജാഫ്നയിൽ ചെല്ലുമ്പോൾ അവിടെ ഇതിനേക്കാളൊക്കെ വിപുലമായിട്ട് 40ഓളം പേരുകൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. 40ഓളം പേരുകൾ, അതിൽ പലതും നമ്മൾ കേട്ടിട്ടില്ല. 3 രാജാക്കൾ, അവിടെ ഞാനത് കേൾക്കാത്തൊരു പേരാണ്. തൊണ്ണിക്കിലാൾ, അത് നമുക്ക് വേറെ എന്തെങ്കിലും പേരായിരിക്കും, നമുക്ക് മനസ്സിലാത്തതുകൊണ്ടായിരിക്കും. സാന്റിയാഗോ മയർ, സാന്റിയാഗോ പുണ്യാളിനെ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ അന്ത്യപുണ്ണാളവ എന്ന് പറയുന്ന നമ്മുടെ ഫോക്ലോറിലെ സാന്റിയാഗോനെ പറ്റി അവിടെ ചവിട്ടുനാടകമുണ്ട്. അതിൽ പ്രധാനമായിട്ട് വന്നൊരു സംഗതി എന്ന് പറയുന്നത് കനിക്കുറുന്താൾ എന്ന് അവർ പറയുന്നതാണ് നമ്മുടെ വൃശ്ചിന ചരിതം എന്ന് പറയുന്നത്. വൃശ്ചിന ചരിതം നമുക്ക് ആലോചിച്ചാൽ അറിയാം. വെച്ചാൽ അന്നത്തെ കാലത്ത് സ്ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ചാസ്റ്റിറ്റിയെ ഘോഷിക്കാനും സഭ നിയന്ത്രിക്കാനും വേണ്ടി കൊണ്ടുവന്ന ബോധവൽക്കരണ നാടകങ്ങളാണ് ബ്രിജീന നാടകം എന്ന് പറയുന്നത്. ബ്രിജീനയുടെ നാടകം എന്ന് പറയുന്നത് രാജാവ് വിവാഹം കഴിച്ചു കൊടുത്തു, രാജാവ് നായാട്ടിന് പോയി. ആ സമയത്ത് ബ്രിജീന നാടകത്തിൽ ഭർത്താവിൻ്റെ സഹോദരന് ഇവരോട് ഇഷ്ടം തോന്നി, ഭർത്താവിൻ്റെ സഹോദരനെ തടവിൽ അടച്ചു. രാജാവ് വരുന്നതിന് മുമ്പ് ഇയാളവിടെ അതിർത്തിയിൽ പോയിട്ട് എന്നെ ഇവള് പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനെ കാട്ടിക്കൊണ്ട് കളയുന്നു. വേറൊരു പ്രഭു വന്ന് ഇവരെ രക്ഷിക്കുന്നു. അവിടെ വെച്ച് വീണ്ടും ഇതേ അനുഭവം ഉണ്ടാകുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു ദ്വീപിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുന്നു. അവസാനം തിരിച്ചറിയുന്നു. ചാസ്റ്റിറ്റി നിലനിർത്താൻ വേണ്ടി വരുന്ന അവിടെ ഒരു സമരത്തിൻ്റെ അംഗീകാരമായിട്ട് അവരെ പരിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രിജീനയുടെ കഥ. അപ്പോൾ ഇതേ സംഗതി തന്നെ അവിടെ 1798 ഗീതാംപിള്ള എംബ്രദോർ, ഹെൻട്രിക് എംബ്രദോർ എന്ന് പറയുന്ന ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഈ ഹെൻട്രിക് എംബ്രദോറിലെ നായകൻ എന്ന് പറയുന്നത് ഹെൻട്രിക്കാണ്. അതിന് കൗണ്ടറായിട്ട് അവർ ഇതേ കഥ വീണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൻട്രിക്കിലെ കഥ തന്തുവും ഇത് തന്നെയാണ്, ഈ കനിക്കുറുന്താളിലെ അതേ തീം തന്നെയാണ് അവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംഗതി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നമ്മളിന്ന് പറയുന്ന ചവിട്ടുനാടകം എന്ന് പറയുന്നത് പടിഞ്ഞാറെന്ന് വന്ന് കേരളത്തിൻ്റെ കൊച്ചിയുടെയോ അല്ലെങ്കിൽ ഗോതുരുത്ത് തൊട്ട് ആലപ്പുഴ വരെയുള്ളൊരു തീമിൽ ബ്ലെൻഡ് ചെയ്തതല്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല,
ഈ ചെന്നൈയിൽ നിന്ന് വന്ന വലിയൊരു തമിഴ് പാരമ്പര്യം നമ്മുടെ കൊച്ചിയുടെ മണ്ണിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ക്രിയോളായി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്നുള്ളതാണ് എനിക്കൊന്ന് തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്കാണ് കൂടുതൽ സാങ്കത്യം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, ഇത് അവതരിപ്പിക്കുന്ന കമ്മ്യൂണിറ്റികൾ, അവിടെ അവതരിപ്പിക്കുന്ന കമ്മ്യൂണിറ്റികളും അധ്വാനിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ഇവിടെ എൻ്റെ നാട്, ഞാൻ സുറിയാനികളുടെ അതിശക്തമായൊരു പാരമ്പര്യമുള്ള തൃശ്ശൂർ ഭാഗത്താണ് വരുന്നത്. അവിടെയൊക്കെ നമ്പൂതിരിമാർ മതം മാറി ക്രിസ്ത്യാനികളായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും സുറിയാനി പള്ളികളിൽ ഞാൻ ചവിട്ടാടം കണ്ടിട്ടില്ല. കാരണം അത് നമ്മുടെ ഒരു സ്റ്റാറ്റസിന് പറ്റിയ സാധനം അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പള്ളിയിൽ പരിപാടി വരുന്നെങ്കിൽ മട്ടന്നൂർ ശങ്കരേട്ടൻ്റെയോ അല്ലെങ്കിൽ കുട്ടേട്ടൻ്റെയോ ഒരു മേളം വയ്ക്കാം എന്ന് വയ്ക്കുക, ചവിട്ടാടം വയ്ക്കുക എന്ന് പറയുന്ന ഒരു സുറിയാനിക്കാരെയും ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേര്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ചെന്നപ്പോൾ ചോദിച്ചു ഏത് ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും ഇവിടെ ഈ നാടകം ചെയ്യണമെന്ന് ചോദിച്ചു. അയാൾ പനങ്ങളിൽ ചെത്തി ഇറക്കുന്ന ആളാണ്. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഓഫർ ചെയ്തു, പനങ്ങളിൽ ആൾ ഓഫർ ചെയ്തു. പനങ്ങളിൽ എത്തുന്ന ആളുകൾ ഈ പശുവിനെ ഇത് ചെയ്യുന്ന ആളുകൾ, ആടിനെ വെട്ടാൻ പോകുന്ന ആടല്ല മറ്റേ ഇതിനെ വെട്ടാൻ പോകുന്ന ആൾ, ഇറച്ചി വെട്ടുമായിട്ട് ബന്ധപ്പെട്ടവർ, അങ്ങനെ സാധാരണ മണ്ണിലിറങ്ങി പാടത്ത് പണിയെടുക്കുന്നവർ, അതിന് ജാഫ്നയിലാവട്ടെ ഈ തമിഴ്നാട്ടിലാവട്ടെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അധ്വാനിച്ച് വേർപ്പിൻ്റെ മണവും ഈ ദാരിദ്ര്യത്തിൻ്റെ ചെത്തവും ചൂരും അനുഭവിച്ച മനുഷ്യരുടെ അടുത്ത് മാത്രമേ ഈ ചവിട്ട് നാടകം നിൽക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഗോതുരത്തിലൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ടല്ലോ, ജോർജ് കുട്ടിയാശാനാണ് നമ്മളൊരു ഇതിഹാസമായിട്ട് ഇപ്പോൾ നേരത്തെ ജിജോ പറഞ്ഞ പോലെ പറയാറുള്ളത്. ജോർജ് കുട്ടിയാശാൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിഹാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചവിട്ട് നാടകം ഒരു തരം ഹരമായിട്ട് ജീവിതത്തിലൊരു ഉന്മാദമായിട്ട്, ചിലർക്ക് ഗാംബ്ലിംഗ് ഒക്കെ ഉന്മാദമാവുന്ന പോലെ, മദ്യത്തിന് അഡിക്ഷൻ ആവുന്ന പോലെ ചവിട്ട് നാടകത്തിന് അഡിക്ഷൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജോർജ് കുട്ടിയാശാൻ എന്ന് പറയുന്നത്. അപ്പം ചെന്നിട്ടാണ് ഏത് വേഷം കെട്ടേണ്ടതെന്ന് തീരുമാനിക്കുക. ഏത് വേഷം കെട്ടിയാലും സൂപ്പറാണ്. ഇപ്പോൾ ആരാച്ചാരുടെ ഒരു വേഷമുണ്ട്, ആരും ചെയ്യാത്ത കുട്ടികൾ ചെയ്യുന്ന വേഷം അദ്ദേഹം കെട്ടി, അന്ന് അദ്ദേഹമാണ് നായകൻ. അത്തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു ജോർജ് കുട്ടിയാശാൻ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതം തിമർത്ത് പൊളിച്ച ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ പട്ടുകുഴിയിൽ വീഴാണ്. അപ്പോൾ ഈ ഹരം മുന്നോട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ അരി വാങ്ങിക്കുന്നതിന് പകരം അരി വാങ്ങിക്കണം എന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് ഇതിങ്ങനെ ചെയ്യുന്നൊരു സംഘർഷം അതിഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അവസാനം ചവിട്ടുനാടത്തിന് പോവാതെ പറ്റില്ല, അതേസമയം വീട് പുലർത്താനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യത്തിൽ. ഞാൻ ഈ ഡോക്യുമെൻ്ററിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ റീന പറഞ്ഞൊരു കഥയുണ്ട്. കല്ലറയ്ക്ക പിതാവ് അദ്ദേഹത്തിനൊരു ഷീൽഡ് കൊടുത്തു. ഒരു ക്രിസ്തീയ സഭാവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡ് മെഡൽ അത് അവർ ഫലകെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവർ പറയുന്നത് ഗോൾഡാന്ന്. എന്നിട്ട് ഒരു ക്രിസ്തീയ സഭാവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപതയുടെ അധ്യക്ഷന് എത്രണ്ട് പ്രധാനപ്പെട്ടാണ്, ഒരു പത്മശ്രീകാൾ പ്രധാനപ്പെട്ടാണെന്നറിയാലോ. അത് അദ്ദേഹത്തിൻ്റെ ഗതികേടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ട് പണയം വയ്ക്കുകയാണ്. ഈ പണയം വെച്ചാൽ അത് മറച്ചു വിറ്റ് അത് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, അവർ അതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടവും കാണാനായിട്ട് കാത്തു നിന്നില്ല എന്നുള്ളതാണ്. അവർ മണ്ണിൽ ഉപ്പായി, ചവിട്ടാടത്തിൻ്റെ വേർപ്പായി, അതിൽ വളമായിട്ട് അവർ അലിഞ്ഞു ചേർന്നു. അതിൻ്റെ ഫലം നമ്മളിന്ന് അരങ്ങിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നബിയെ പോലെ സൈദ്ധാന്തിക മേഖലകളിൽ നമ്മളത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ ജോർജ് കുട്ടിയാശാൻ്റെ എഴുതപ്പെടാത്ത വേദനയുടെ മുമ്പിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ശിരസ് നമിക്കുകയാണ്. ജോയിച്ചേട്ടാ, ഇനിയും മുന്നോട്ട് എന്താണ് ഈ കലയുടെ പോക്ക് എങ്ങോട്ടാണ്? നമുക്കൊരു 2 മിനിറ്റിൽ. ഈ കലയുടെ പോക്ക് നേരത്തെ ഈ റിയാക്ടിവേഷനുമായിട്ട് നവ്യ പറഞ്ഞ പോലെ 2012 ശേഷം വലിയൊരു ചലനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബിനാലയുടെ സപ്പോർട്ടിൽ SIC നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചുവടി ഫെസ്റ്റിവൽ, അതൊക്കെ വലിയൊരു മുന്നേറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സംഭവം എന്നാൽ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോൾ ഇത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. ഇവിടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിനകത്ത് കളിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. ഒരു 40കളൊക്കെ കഴിഞ്ഞ ശേഷമാണ് സ്ത്രീകൾ കളിക്കാൻ തുടങ്ങിയത്. ഗോതിരത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നീട് എല്ലാ സ്ഥലത്തും വരുന്നു, കൊച്ചിയിലും ആലപ്പുഴയൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് പല ആശാന്മാരും ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന പല ആശാന്മാരോടും ചോദിക്കുമ്പോൾ ബ്രിട്ടാശാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവിടെ, അവരൊക്കെ പറയുന്നത് പ്രധാനമായിട്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ലിംഗവ്യത്യാസമില്ലാതെ പെൺകുട്ടികളെ ഏറ്റെടുത്തു. ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതെ, നമ്മുടെ ഷേളിയുണ്ട്. ഷേളി അതിപ്രഗത്ഭിയായ അഞ്ജലിക്ക രാജ്ഞിയാണ്. അഞ്ജലിക്ക രാജ്യമാകുമ്പോഴേക്കും ഷേളി ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ സമയത്തിൻ്റെ പരിമിതി ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വരും. പിന്നെ മറ്റൊരു തലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 20 മിനിറ്റ് ക്യാപ്സൂൾ നാടകങ്ങളാണ്.
അപ്പോൾ ഈ ചവിട്ട് നാടകത്തെ സംബന്ധിച്ച് എനിക്കൊരു സജഷൻ അത് ഇതിനകത്ത് വെക്കാനുള്ളത്, ചവിട്ട് നാടകത്തെ സംബന്ധിച്ച് ഇതാണ് ചവിട്ട് നാടകം എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അത് ചവിട്ട് നാടകത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് അപകടകരമാണ്. വ്യാപനം ഉണ്ടായിട്ടുണ്ട്, അതേസമയം ഡെപ്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയാനുള്ളത് എൻ്റെ മനസ്സിലെപ്പോഴും വന്നിട്ടുള്ളത്, ഞാനെപ്പോഴും നമ്മുടെ രാമേന്ദ്രൻ സാറിനോടൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിതിനൊരു 2 സ്ട്രീം കണ്ടെത്തണം. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പരമ്പരാഗത ശൈലിയുള്ള നാടകം, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നാടകത്തിൻ്റെ ഒരു ഷോക്കേസിങ് തിയേറ്റർ, അത് നിരന്തരമായിട്ട് ഓരോ തിയേറ്റേഴ്സ് നിർത്തോടൊപ്പം തന്നെ ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുകയും ചെയ്യേണ്ടത് ഒരാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ചവിട്ട് നാടകം അതിൻ്റെ പരമ്പരാഗതയോട്, അല്ലെങ്കിൽ ഇപ്പോൾ കഥകളിയാണെങ്കിലും ക്ലാസിക് കലകളൊന്നും അതിൻ്റെ പരമ്പരാഗത അംശങ്ങൾ പോകാതെയാണ് അവർ സൂക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ എല്ലാ അംശങ്ങളും പോയിട്ട് നാടകവും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സജഷൻ എനിക്കുണ്ട്, ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് വെക്കാനുള്ളത്. ഒരു മിനിറ്റ് കൊണ്ട് എന്താണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുള്ള ഒരു നിർദ്ദേശം? മുന്നോട്ടുള്ള പോക്കിനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൺ ഗോയിങ് ആണ് ഈ റിയാക്ടിവേഷൻ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് അക്കാഡമിഷ്യൻസ് വരുന്നു, ഡോക്യുമെൻ്ററി ഫിലിംസ്, ഇപ്പോൾ സാറിനെ പോലെ തിരയിക്കൂത്ത്, പിന്നെ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇല്യൂഷൻ എന്ന് പറഞ്ഞ ബിബിൻ നല്ലൊരു ഡോക്യുമെൻ്ററി, അതുപോലെ പലരും ഡോക്യുമെൻ്ററീസ് ചെയ്യുന്നു, അതിനെപ്പറ്റി എഴുതുന്നു. തിരയിക്കൂത്ത് രാമൻചേട്ടൻ്റെ ഡോക്യുമെൻ്ററി, അതെ സാറിൻ്റെ ഡോക്യുമെൻ്ററിയാണ്. രാമൻചേട്ടൻ പറഞ്ഞത് ഒരു ഡോക്യുമെൻ്ററി എന്നാണ്, പക്ഷേ അതൊരു 1.5 ഡോക്യുമെൻ്ററിയാണ്. അതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ തീരദേശത്തുള്ള ഒരുമാതിരി എല്ലാ ആശാന്മാരെയും കണ്ട് അവരോട് സംസാരിച്ചൊരു ഗാഢമായ ബന്ധം ഉണ്ടാക്കിയിട്ടാണ് സാർ ആ ഡോക്യുമെൻ്ററി എടുത്തതെന്നുള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഇതുപോലെ പലരും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ശരിക്കും ഗോതുരത്തുകാരും ഇതിൻ്റെ പ്രാക്ടീഷണേഴ്സും കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് ഇതിനെപ്പറ്റി എഴുതാനും സംസാരിക്കാനും. ഇപ്പോൾ ജോയ് ഗോതുരത്ത് സാറിനെ പോലെയുണ്ട്, സാബു പുളിക്കിത്ര സാറുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അതെ ചവിട്ടുനാടകത്തിൻ്റെ വഴിത്താരയിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, പിന്നെ ഒരു സെബീന ടീച്ചറുടെ കുറേ ലേഖനങ്ങളൊക്കെ കമ്പൈൻ ചെയ്തൊരു ബുക്കൊക്കെ വന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ പ്രാക്ടീഷണേഴ്സും ഓർഗാനിക് ആയിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന, അതായത് നമുക്കത് കളക്ട് ചെയ്യുന്നൊരു ഇൻഫർമേഷനാണ്. എന്നെപ്പോലുള്ളവർക്ക് ഞാൻ അവിടെ ചെന്ന് ഫീൽഡ് വർക്ക് നടത്തി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. പക്ഷെ വളരെ ഓർഗാനിക് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നവർ ഇതിലേക്ക് മുന്നോട്ട് വരണം. അക്കാഡമിക് ആയിട്ടും അല്ലാതെയും അതിനെപ്പറ്റി എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമൻചേട്ടൻ, നമ്മുടെ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വൈജ്ഞാനിക മേഖല അതിഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഗവേഷണത്തിന് വേണ്ടിയിട്ട് വിഷയം തപ്പി വരുമ്പോൾ തന്നെ ചവിട്ടുനാടകം ഇപ്പോൾ ഒരു വലിയൊരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏത് ഗവേഷകരായാലും ആദ്യം വേണ്ടത് ചവിട്ടുനാടകം കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ചവിട്ടുനാടകത്തിനേക്കാൾ മുമ്പ് സിദ്ധാന്തം ഉണ്ടായെന്നും ഈ സിദ്ധാന്തമൊക്കെ കൂടി കൂട്ടിച്ചേർക്കുന്ന രൂപത്തിലാണ് പിന്നീട് ചവിട്ടുനാടകം ഉണ്ടായെന്നുള്ള ശൈലിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നു, നവ്യെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ, നവ്യ കണ്ടിട്ടുണ്ട് അതല്ല ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും ഗവേഷകർ ചവിട്ടുനാടകം കണ്ടിരിക്കണം, അവരുടെ വീട്ടിൽ പോയിരിക്കണം, അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരിക്കണം. എന്താണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്നെങ്കിലും മനസ്സിലാവണം. അതല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. നീന്തലിനെ കുറിച്ച് നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാം ഇപ്പോഴത്തെ പുതിയ പോളിസികൾ അനുസരിച്ചിട്ട്, പക്ഷെ നീന്താൻ അറിഞ്ഞോളുന്നില്ല. അങ്ങനെ ചവിട്ടാടത്തിൽ പാടില്ല. കാരണം ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും വേർപ്പും വീണ ഒരു കലയായതുകൊണ്ട് നമ്മളത് സമ്മതിക്കരുത്. തീർച്ചയായിട്ടും ഗവേഷകർ വരികയാണെങ്കിൽ അവരതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊരു സജഷനാണ്. പിന്നെ ഈ ഫോക്ലോർ പഠനങ്ങൾ ഇതിൽ അതിശക്തമാവണം. നമ്മൾ ക്ലാസിക്കൽ പഠനങ്ങളുടെ പിന്നാലെ പോവാതെ നമ്മളൊന്നും ചെയ്ത് കഥകളി പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അന്യമാണ് ആ സാധനം. അതും ചവിട്ടുപാടായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഫോക്ലോർ പഠനങ്ങൾ നാനോന്മുഖമായ രീതിയിൽ ഗംഭീരമായിട്ട് അത് ശക്തമാക്കണം എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഓറൽ ഹിസ്റ്ററി. ഇന്ന് പറയുന്ന എല്ലാ കലാകാരന്മാരുടെയും വാമൊഴിയായിട്ട ചരിത്രം നമ്മളത് രേഖപ്പെടുത്തി വയ്ക്കണം. ഷെർലിയുടെ അടക്കം നമ്മുടെ ചവിട്ടുനാടകത്തിലെ ഷീലയാണ് മൂപ്പര് 5000 ഓഡിയൻസിൻ്റെ മുമ്പിൽ നടത്തുള്ള അഞ്ചേലിക്ക ചവിട്ടുനാടകത്തിൻ്റെ കൂടി ചരിത്രമാണ്. അത് പ്രത്യേകിച്ച് പറയുന്നു, ഷേലി അടക്കമുള്ള അല്ലെങ്കിൽ കുട്ടപ്പനാശാൻ ആലപ്പുഴ, അദ്ദേഹം അടക്കമുള്ളവരുടെ പാട്ടുകളും ഓറൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കേണ്ട ഒരു ആവശ്യമാണ്. പിന്നൊന്ന്, മറ്റു മേഖലകളിലേക്ക് യാത്ര ചെയ്യണം. ഇവിടുത്തെ കലാകാരന്മാർ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്താണ് നടക്കുന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ പ്രധാനമായിട്ട് സമഗ്രമായിട്ടുള്ളൊരു ചവിട്ടുനാടക സംഗമം വയ്ക്കണം. ഇങ്ങേയറ്റത്ത് ഗോതുരത്ത് തൊട്ട് അങ്ങേയറ്റ ആലപ്പുഴ വരെയുള്ള എല്ലാ ചവിട്ടുനാടകക്കാരെയും പങ്കെടുപ്പിക്കുന്ന ഒരു 1000-ൽ താഴെ വരുന്ന ഒരു സംഖ്യ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അവരെ വിളിച്ചിട്ട് 2 ഘട്ടങ്ങളായിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ഘട്ടം കേരളത്തിലെ എല്ലാ ചവിട്ടുനാടകക്കാരെയും വിളിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് ഫോക്ക് ക്രിസ്ത്യൻ തമിഴ് പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ആളുകളെയും കൂടി ചേർത്തുള്ള ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇത്രയും ചെയ്യുക എന്ന് പറയുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ നമ്മളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിനെ ഒരു പ്രധാന വിഷയമായിട്ട് ഇതിൽ ഓപ്റ്റ് ചെയ്തതിൽ അങ്ങേറ്റത്തെ സന്തോഷമുണ്ട്. ഇതൊരു കെട്ടുകാഴ്ചയല്ല നമ്മളുടെ ഇതിനെപ്പറ്റി എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട്? സംവാദങ്ങൾ നടന്നിട്ടില്ല.
അതിൻ്റെയൊക്കെ രൂപം അതിനും മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെന്ന ഹോർത്തൂസിന് നമ്മുടെ പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ജിജോ നിഷ്പക്ഷമായിട്ട് ഇടപെട്ടു. നിങ്ങളൊരു വികാരമാണ് ചവിട്ടാടം വെച്ചാലും അതിൻ്റെ അതിരുപറമ്പിൽ നിന്ന് സംസാരിച്ചാലും പ്രത്യേക സംഗതി. അപ്പോൾ എല്ലാവരും പിന്നെ ജോയ് സാറിനെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ്, ജോയ് സാറിന് മാത്രമായിട്ടൊരു സെഷൻ വെക്കേണ്ടതാണ്. നവ്യ ഒരു മാസം കഴിഞ്ഞാൽ ഡോക്ടറായി എല്ലാ ഭാവങ്ങളും. സാർ പറഞ്ഞിരുന്നു ലക്ഷ്മിപ്രിയ. ഞാനും ചവിട്ടുനാടകത്തിൽ തന്നെ റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈക്ക് 2012 ഇത് കലോത്സവത്തിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അതിന് മുന്നേ ഉണ്ടായിരുന്ന എന്തോരം സ്ട്രഗിൾസ് ആയിരുന്നു ഈ 2012 കലോത്സവത്തിലേക്ക് ചവിട്ടുനാടകം എന്നുള്ളൊരു ഇവൻറ്റിനെ കൊണ്ടുവരാനായിട്ട് നേരിടേണ്ടി വന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഇതൊരു 1990-കൾ മുതൽ ഞങ്ങൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിരന്തരം നിവേദനങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഒരു പ്രധാനമായിട്ടൊരു മൈൽ സ്റ്റോണായിട്ട് വരുന്നത് 96-97 അല്ല 2000-ന് ശേഷം ശ്രീ M.A. ബേബി, സഖാവ് M.A. ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ തന്നെ 2 പ്രാവശ്യം നേരിൽ പോയി കണ്ടിട്ടുണ്ട്. ഒന്ന് പേഴ്സണലായിട്ടും കണ്ടിട്ടുണ്ട്, രണ്ടാമത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോയി നിവേദനം കൊടുത്തപ്പോൾ 2 സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപ്പൻ ഫ്രാൻസിസ് ആറാടൻ ചവിട്ടുകാലം നടത്തി പറമ്പ് മുഴുവൻ വിറ്റ ആളാണ്, ഞാൻ എങ്ങനെയായാലും ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനുള്ളൊരു ശ്രമം നടത്തി. ഒരു കമ്മിറ്റിയൊക്കെ വെച്ചെങ്കിലും ഈ കമ്മിറ്റികൾ തമ്മിൽ ചേർന്നില്ല. ഇവാലുവേഷൻ്റെ കാര്യത്തെക്കുറിച്ചൊരു തർക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ അന്യം നിന്ന് പോയിരുന്നു. പക്ഷേ പിന്നീട് അതിന് മുമ്പ് നടത്തിയ ഒരു കാര്യങ്ങൾ നേരത്തെ നവ്യ സൂചിപ്പിച്ചിരുന്നു. രുദ്രനാശാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറവൂർ നടത്തിയ ഘോഷയാത്ര നടത്തി നമ്മുടെ കുട്ടികളെ കൂടി അവിടെ വന്ന് നിന്ന് സമരം നടത്തി. അലക്സാസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലോത്സവം നടത്തുമ്പോൾ ഒരു ടീം ഇവിടെ നിന്ന് പോയിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ അവർ പുറത്ത് ചവിട്ടുകട നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലും മറ്റു വേദികളെല്ലാം കാലിയായി. അന്ന് സമര പന്തലിലേക്കായി പോയി കാണികളെല്ലാവരും വന്നത്. അതോടെയാണ് ഒരു മാറ്റം വരുന്നത്. പെട്ടെന്ന് അബ്ദുറബ്ബാന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം കൂടുതൽ ഈ എന്താണ് ഇദ്ദേഹം പശുവിനെ തല്ലുന്ന പോലെ എന്നല്ല, ഒലക്കൊക്കെ അടിച്ച പോലെ അദ്ദേഹം ഒരു തീരുമാനം എടുത്ത് പിന്നീട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞതിന് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. താങ്ക് യു. അപ്പോൾ ലക്ഷ്മി പ്രിയക്ക് എല്ലാ ആശംസകളും കേട്ടോ. ശരി. ചോദ്യം രാമചന്ദ്രൻ സാറിനോടാണ്. അതായത് എൻ്റെ പേര് രാജേഷ് എന്നാണ്, ഞാൻ SHL വർക്ക് ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ക്ലാസിക്കൽ ഫോക്ക് എന്ന് പറയുന്ന ഒരു ബൈനറിയുടെ ആ രീതിയിൽ കൂടെ ഈ ഇത്തരത്തിലുള്ള ആർട്ടുകളെ അല്ലെങ്കിൽ കലാരൂപങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം അതൊരു പഴയ കാലഘട്ടത്തിലെ ചില അക്കാഡമിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള ചില കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് മാറ്റി എഴുതിയിട്ട് ചവിട്ടുനാടകത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോക്ക് ആർട്ടായിട്ട് മാത്രം കാണുന്നതിൻ്റെ ഒരു പരിമിതിയല്ലേ അത്? അത്തരം ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്ക് എന്ന് പറഞ്ഞൊരു ബൈനറിയിൽ കൂടെ നമ്മുടെ ആർട്ട് ഫോമുകളെ കാണേണ്ടതുണ്ടോ ഈ കാലഘട്ടത്തിൽ? ഫോക്ലോർ എന്ന് പറയുന്നത് ഒരിക്കലും പഴയ കൺസെപ്റ്റല്ല, ഏറ്റവും പുതിയ കൺസെപ്റ്റാണ്. ഇന്ന് ഈ നിമിഷത്തിൻ്റെ കൺസെപ്റ്റാണ് ഫോക്ലോർ. ഫോക്ലോർ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു. ഫോക്ലോർ ഈ മരിച്ചു പോയിരുന്നത് ഒരു പഴയ കൺസെപ്റ്റാണെന്ന് പറയുന്നത് തന്നെ കാലഹരണപ്പെട്ട ഒരു തോട്ടാണ്. കാരണം ഞാൻ പറയാം. ഫോക്ലോർ പോപ്പുലറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, മേളം ശിങ്കാരിമേളമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, തെയ്യത്തിലെ മോട്ടീവ്സ് ഡിസൈനുകളിൽ വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് ഫോക്ലോർ മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ഇന്ത്യയിലെ ഫോക്ലോറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ ബൈനറി വരിക. ഒരു അമേരിക്കക്കാരന് എന്ത് ദേശീയം, എന്ത് മാർഗി, എന്ത് വരണ്യം, എന്ത് അവരണ്യം, എന്ത് എലൈറ്റ്, എന്ത് മാർജിനലൈസ്ഡ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കേരളത്തിലെ ബൈനറികളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ സാധനം വരുന്നത്. ഒരു രാജ്യാന്തര തലത്തിലൊരു ഫോക്ലോറിന്, ഒരു അമേരിക്കൻ ഫോക്ലോറിനെ സംബന്ധിച്ചിടത്തോളം കൂടിയാട്ട ഒരു ഫോക്ലോറാണ്. ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത് അതാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഈ ചവിട്ടുനാടകത്തിന് എന്തുകൊണ്ട് ഫോക്ലോറാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, അത് ക്ലാസിക്കലാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഫീരിയോറിറ്റിയുടെ ഭാഗമായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ സഹിച്ചു പോന്ന നിരാസത്തിൽ നിന്നുണ്ടാവുന്ന ചിന്തയാണ് അത് ക്ലാസിക്കലാന്ന് പറയുന്നത്. ഫോക്ലോർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക്കലിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ്. കാരണം അത് മനുഷ്യൻ്റെ കണ്ണീരിൽ കുതിർന്നതാണ്. അതിനുശേഷമാണ് സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ആർട്ട് ഉണ്ടാവുന്നത്. നാടൻ കലകളിൽ നിന്നാണ് ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ഫോക്ലോറുകളിൽ നിന്നാണ് കഥകളിയോ കൂടിയാട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടായിപ്പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിർബന്ധമായിട്ടും ഫോക്ലോർ പഠനങ്ങൾ ചവിട്ടുനാടകത്തിൽ പ്രത്യേകിച്ച് ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു ശ്രീ ജോയ് ഗോത്ര സർ, ശ്രീ കെ.ലി. രാമചന്ദ്രൻ, ശ്രീ നവ്യ ഡെന്നിസ്, ശ്രീ ജിജോ ജോൺ പുത്തേഴത്ത്. മനോരമ ഹോത്തൂസിൻ്റെ ഒരു സ്നേഹ സമ്മാനം ഇപ്പോൾ മലയാള മനോരമ മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുരേഷ് കുമാർ PP ചടങ്ങ് നമ്മൾക്ക് അണ്ണാവിയുടെ ഒരു ശബ്ദപ്പാട്ടിലൂടെ കേൾക്കാം. അതിന്റെ കൂട്ടത്തിലാണ് നടക്കട്ടെ. കുട്ടപ്പനാശാന്റെ ശബ്ദത്തിൽ ഒരു അണ്ണാവി പാട്ടിന്റെ ഒരു
പശ്ചാത്തലത്തിൽ നമുക്ക് അടുത്ത ചടങ്ങുകളിലേക്ക് അവസാനിപ്പിക്കാം. എൻ്റെ സന്ദർഭം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കുട്ടപ്പനാശാൻ ആലപ്പുഴ ഭാഗത്ത് ഓമനപ്പുഴയിൽ ജീവിക്കുന്ന കുട്ടപ്പനാശാൻ പാടുന്ന പിച്ചപ്പാട്ടാണ്. യേശുവിനെ കുരിശിൽ തെറ്റിന് ശേഷം അമ്മ തെരുവിൽ കൂടി നടന്നലഞ്ഞ് പാടുകയാണ്. നിങ്ങൾ അവൻ്റെ നീലക്കണ്ണുകൾ കണ്ടോ, നിങ്ങൾ അവൻ്റെ സ്വർണ്ണ മുടി കണ്ടോ, നിങ്ങൾ അവൻ്റെ മനോഹരമായ മാറിടം കണ്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞ് അലഞ്ഞ് പാടുന്ന പാട്ടാണ്. ബുദ്ധ സംസ്കൃതി പോലെ, ബുദ്ധൻ്റെ സംഘശരണം പാടി നടക്കുന്ന പോലെ അലഞ്ഞ് നടക്കുന്ന പാട്ടാണ്.